മേൽക്കോടതികളിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് ഇവരെ പിടികൂടേണ്ടതായിട്ട് കൂടിയുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് ഇവർ എത്തുമ്പോൾ ഇവർ ഈ മൊഴികൾ, നേരത്തെ നൽകിയിട്ടുള്ള മൊഴികൾ ഒരുപക്ഷെ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, നമുക്ക് എല്ലാവരും പറയുന്നൊരു വാക്കാണ്, നിയമത്തിൻ്റെ വഴിക്ക് പോയേ പറ്റൂ. അപ്പോൾ നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ടത്. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പ്രോസസ്സുണ്ട്. നമുക്കതിന് സമയമെടുക്കും. കാരണം അനാവശ്യ ധൃതി കാണിച്ചാലും പലയിടത്തുനിന്ന് പല കോണുകളിൽ നിന്ന് അവർക്ക് പരാതി വരും, കാണിച്ചില്ലെങ്കിലും വരും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം പൂർണ്ണ വിശ്വാസമാണ് ഇപ്പോഴത്തെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ടീമിനകത്ത്. കാരണം അത് നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ സ്ഥിതിക്ക് കാത്തിരിക്കുമ്പോൾ അവർ കൃത്യമായ അളവിൽ കൃത്യമായ നടപടികളെടുക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ തട്ടിക്കൊണ്ടുപോകലിന് മറ്റ് തെളിവുകളില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി നൽകിയിരിക്കുന്നു. ഇതൊരു പ്രതീക്ഷ നൽകുന്നതാണല്ലേ? വളരെയധികം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് മുഴുവൻ തകർന്നും പോയി. നമ്മൾ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് കോടതി പോലും മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിനൊക്കെ തൊട്ട് മുമ്പ് തന്നെ, ഇത് തുടങ്ങിയ ദിവസമേ ഞാൻ അന്ന് പറഞ്ഞു, കേരള ജനത ഇതിനകത്തെ സത്യവും കള്ളവും തിരിച്ചറിഞ്ഞിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.